ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ്. ഒരു ഡേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറും അവർ വളരെയധികം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും ഇവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോൾ എല്ലാ ടൈമിലും ഇവർ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും, എന്ത് കാര്യത്തിലായിരുന്നാലും. പക്ഷേ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലൊക്കെ ആയിപ്പോലും ഈ വ്യക്തിക്ക് നിങ്ങളോട് മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് എത്രത്തോളം ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ അത്രത്തോളം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവർ. ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഇരിക്കാനായിട്ടുള്ള ആ ഒരു മൂമെൻറ്റ്സ് പോലും ഈ വ്യക്തി മിസ്സാക്കാറില്ല എന്നുള്ളതാണ്. അതായത് ഈ വ്യക്തിയുടെ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുകയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും ഇവർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വളരെയധികം ഭയങ്കര പഞ്ച്വാലിറ്റി ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഇവർ. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരിതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഫ്രണ്ട്സായിട്ട് കൂടുതൽ നേരം ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ആളാണ്. ഇതേപോലെ തന്നെ ജിമ്മിൽ പോവുക, ഇപ്പോൾ രാവിലെ, അതായത് ഒരു മോർണിംഗ് പേഴ്സൺ ആണെന്ന് തന്നെ ഇവിടെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം രാവിലെ തന്നെ എണീക്കുക എന്നുള്ളതൊക്കെയാണ് ഈ വ്യക്തിയുടെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ അരികിലുണ്ട്. ഈ വ്യക്തിയുടെ ചുറ്റുപാടാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് ഉള്ളത് തന്നെയാണ്. ഇവരങ്ങനെ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുന്നവരുമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് എന്താ പറയുക, ഒട്ടും ഈ വ്യക്തിയുടെ കൂടെ ആരുമില്ല, എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ ഈ വ്യക്തിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. എന്നിരുന്നാൽ പോലും അതിൽ നിന്നൊക്കെ പുറത്ത് വരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ വളരെയധികം എന്ത് കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും എന്ത് പഠിക്കാൻ ശ്രമിച്ചാലും അത് വളരെ കംപ്ലീറ്റ് ആക്കി തീർക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കും. എന്ത് കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുമെന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഇമോഷണലി വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആൾ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നതായിട്ട് ഇവിടെ കാർഡ്സ് പറയുന്നുണ്ട്. പുതിയ കാര്യങ്ങളും ലേൺ ചെയ്യാനായിട്ട് ഈ വ്യക്തി വളരെയധികം ഇഷ്ടമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. പുതിയ എന്ത് കാര്യമായാലും ഈ വ്യക്തി ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പം ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ധാരാളം ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, കാർഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേര് അത്ര നല്ല ഒരു എനർജി ആയിട്ടുള്ള ആൾക്കാരല്ല. വളരെയധികം നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്ത് വരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നു. പരമാവധി അവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അവർ കാരണം ജോലിയിൽ കുറേ കാര്യങ്ങൾ തകിടം മറിയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയെ വല്ലാതെ അധികം തളർത്തുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ കാരണം ജോലിയിൽ തന്നെ പ്രമോഷൻ ലഭിക്കാനിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യം കിട്ടാനിരുന്നിട്ടുണ്ടാവാം ഈ വ്യക്തിക്ക്. പക്ഷേ അത് ഇവർ കാരണം നഷ്ടമായി എന്നുള്ള സിറ്റുവേഷനിലായിരിക്കണം ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. പക്ഷേ ഈ വ്യക്തി സ്റ്റിൽ ഇവരുടെ വിശ്വാസം കൈവിടാതെ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ലവ് ഇപ്പോൾ ചിലപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടാവാം. കാരണം കുറേ വർഷമായിട്ടുള്ള ഒരു പ്രണയമായിരിക്കാം നിങ്ങളുടേത്. പക്ഷേ ആ വ്യക്തി ഒരിക്കലും ചിന്തിക്കുന്നില്ല നിങ്ങൾ വളരെ ലോൺലി ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ഈ വ്യക്തി കൂടെ ഇല്ലാത്തതിൻ്റെ
വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നൊന്നും ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇവരിവരുടെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തോന്നലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വ്യക്തി എന്തൊക്കെ വന്നാലും വിട്ടു പോകില്ല എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല. ഈ വ്യക്തിയുടെ സംസാരം കേൾക്കണം, ഈ വ്യക്തിയോട് സംസാരിക്കണം, അതേപോലെ തന്നെ ഇവരോട് ഒപ്പം ഇരിക്കണം എന്നൊക്കെ തന്നെ ആണ്. പക്ഷേ ഇവർക്ക് അത് ഇവിടെ ഇപ്പോൾ ആ ഒരു കാര്യം ഇവിടെ പോസിബിൾ അല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് നടന്നിട്ടുണ്ടാവില്ലായിരിക്കാം. ഓരോ കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ടൈം കൊടുക്കുക എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ കാർഡ്സും പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കുറേ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ വ്യക്തിയുടെ ആ ഒരു ഇമോഷണലി ഓക്കെ, ഈ വ്യക്തി ഓക്കെ ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. ഇനി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ കാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലാനിങ്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ് ആയിരിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംസാരിക്കാൻ പോകുന്നത് തന്നെ. ഓക്കെ, അതായത് കല്യാണമായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വിടാനായിട്ടൊരു ഉദ്ദേശം ഇവിടെ കാണുന്നില്ല. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ ടൈം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇവർക്ക് എന്താ പറയുക, കുറേ എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവർ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയെ തളർത്തുന്ന കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെയാണ്. അതും ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കണം. ഓക്കെ, അതായത് ഒരു എന്താ പറയുക, ഒട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നായിരിക്കാം ഈ വ്യക്തി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സും ഈ വ്യക്തിക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. വളരെയധികം ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇവർ കൂടുതലുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ടൈം കൊടുക്കുക. ഇവരൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ കൂട്ടുകാരെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ നീങ്ങിപ്പോവാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഈ വ്യക്തി ഇനി നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഫ്യൂച്ചർ പ്ലാനിങ്ങിലോട്ടായിരിക്കും നിങ്ങളിനി പോകുന്നത്. കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻഗേജ്മെൻറ്റ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ തമ്മിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന കോൺവെർസേഷൻ വരാൻ പോകുന്നത് തന്നെ. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ ഇരിക്കുക, ഓവർ തിങ്ക് ചെയ്യാതെ ഇരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ വ്യക്തിക്ക് ദൈവത്തോട് അങ്ങനെ ഇതൊന്നുമില്ല, അതായത് പ്രാർത്ഥിക്കാണ്ടിരിക്കുക അങ്ങനെ ഒന്നുമില്ല. ഈ വ്യക്തി വളരെ ഡിസിപ്ലിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ റീഡിങ്. താങ്ക് യു. പോസിറ്റീവായിട്ടിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.